വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭവനത്തിൽ സമരത്തിലാണ്. വളരെ ശാന്തരായാണ് ഇവിടെ ഇരിക്കുന്നത്. യാതൊരുവിധ അക്രമ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നില്ല. പക്ഷേ പോലീസുകാർ നിരന്തര ജാഗ്രതയിൽ ഇവിടെയായിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 മെത്രാന്മാരും ആ ക്രിമിനൽ കൂരിയും ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗേറ്റിൻ്റെ അകത്താണ് ശരിക്കും അരമനയുടെ അകത്തുള്ള മുറ്റവും കെട്ടിടത്തിലേക്കുള്ള എൻട്രികളും. ഇവിടെ നിറച്ച് പോലീസ് നിൽക്കുകയാണ്. വൈദികരെ അകത്ത് പ്രവേശിപ്പിക്കില്ല എന്നാണ് ഇവർ നിഷ്കർഷിച്ചിരിക്കുക. മെത്രാന്മാർ വന്നു കഴിയുമ്പോൾ അകത്തേക്ക് ഇത് എല്ലാ വൈദികരുടെയും ഭവനമാണ് എന്ന ഒരു അവകാശത്തിലായിരുന്നു ഈ സമരം. വൈദികർ മെത്രാന്മാർ വന്നു കഴിയുമ്പോൾ അകത്ത് പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. പോലീസിൻ്റെ എണ്ണം വളരെ ക്രമാതീതമായിട്ട് ഇവിടെ കൂടി വരുന്നുണ്ട്. ഈ ഒരു ഗേറ്റ് മാത്രമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. പോലീസുകാർ തന്നെയും വരുന്നതും പോകുന്നതും ഇതിലെയാണ്. മറ്റാരെയും ഇതിൽ പ്രവേശിപ്പിക്കില്ല. ഇവിടെ നിൽക്കുന്നത് മഫ്റ്റി പോലീസാണ്. ഇന്നലെ ഈ അട്രോസിറ്റീസിൻ്റെയൊക്കെ നേതൃത്വം നൽകിയ ഒരാളാണ് നിൽക്കുന്ന മഫ്റ്റി പോലീസ്. അശ്വതി മാഡം DCP ആണ്. ഇപ്പോൾ ഈ ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കുന്ന ആൾ. മറ്റ് പോലീസുകാർ ഇവിടെയുണ്ട്. വൈദികർ ഇവിടെ ഇരിക്കുകയാണ്. ഈ വൈദികരുടെ അടുത്ത് വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ ശ്രദ്ധിക്കുക. വളരെ ഭീകരത ജനിപ്പിക്കുന്ന രീതിയിൽ വലിയ വടങ്ങളൊക്കെ ഇട്ട് കെട്ടി ബാരിക്കേഡുകളൊക്കെ വെച്ച് ആണ് ഇവരെ വൈദികരെ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു തരത്തിൽ ബന്ദികളാക്കിയിരിക്കുകയാണ്. എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അവരുടെ ഇന്നലെ കാണിച്ച എല്ലാ അട്രോസിറ്റീസിൻ്റെയും ആഫ്റ്റർ ഇഫക്റ്റായിട്ട് കൂടുതൽ അട്രോസിറ്റീസ് കാണിക്കാൻ പോലീസ് ഒരുങ്ങുകയാണെന്നാണ് ഈ കാഴ്ചകളെല്ലാം വെളിവാക്കുന്നത്. മുള്ളുവേലികൾ കൊണ്ടുള്ള അപ്പുറത്തും ഇപ്പുറത്തും ഇവിടെയും. ഇന്നലെ ഈ ചെറിയ ഗേറ്റ് തള്ളി തുറന്നാണ് വൈദികർ അകത്ത് പ്രവേശിച്ചത്. കാരണം ഇത് ഞങ്ങളുടെ ഭവനമാണ്. ഞങ്ങളുടെ എല്ലാം പെർമനൻ്റ് അഡ്രസ്സ്, ഞങ്ങൾക്ക് ID പ്രൂഫ് ഈ ഭവനത്തിൽ നിന്നാണ് ഉള്ളത്. പക്ഷേ മെത്രാനാണ് സഭ എന്ന് ചിന്തിക്കുന്ന മെത്രാന്മാർ പോലീസിനോട് അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരിക്കണം ഞങ്ങളെ ഇവർ പുറത്താക്കിയത്. ഈ അട്രോസിറ്റീസ് തുണി വലിച്ച് കീറിയും അപമാനിച്ചും കൈ തല്ലിയൊടിച്ചും ഒക്കെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ചെയ്ത് പോലീസുകാർ ഇവിടെ അവർക്ക് കിട്ടാൻ ഓർഡറുകൾ കാത്ത് അവർ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ അതിരൂപത മുഴുവൻ ഈ അധാർമിക ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഇതിൻ്റെ 2ാം ഗണത്തിലേക്ക് നമ്മൾ നിലപാട് ആശയകേന്ദ്രീകൃതമാണ്, വ്യക്തിപരമല്ല. അതുകൊണ്ട് വ്യക്തികൾ മാറി മാറി വന്നതുകൊണ്ട് നമ്മളുടെ നിലപാടുകളിൽ മാറ്റം വരുന്നില്ല. നമ്മൾ നിലപാടെടുത്തിരിക്കുന്ന അധാർമിക ഭരണ സംവിധാനത്തിൽ വരുന്ന മാറ്റം, നീതിയും സത്യവും പാലിക്കുന്ന സഭാ ഭരണ രീതി, അതുപോലെ മനുഷ്യൻ്റെ മഹത്വം അംഗീകരിക്കുന്ന രീതികൾ, അധികാര ദുർവിനിയോഗം ഇല്ലാതെ സഭാഭരണം സാമാന്യനീതിക്ക് യോജിച്ച രീതിയിൽ നടത്തുന്ന കാര്യങ്ങൾ, നടത്തുന്ന നിലപാടുകളിൽ നമുക്ക് മാറ്റമില്ല. നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളും, അവർ മാത്രമല്ല പുറമേയുള്ള നല്ല മനസ്സുള്ള സന്യസ്തർ, ദൈവവചനം വായിക്കുന്നവർ എല്ലാവരും ഇതിനോട് പ്രതികരിക്കണം. സഭയെ, സീറോ മലബാർ സഭയെ, പൊതുസമൂഹത്തെയും വിശുദ്ധീകരിക്കുന്ന ഒരു ശക്തമായ മൂവ്മെൻ്റായിട്ട് നമ്മളിതിനെ മാറ്റണം. താങ്ക് യു. ഫാദർ രാജനാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.